ഹായ്, നമസ്കാരം. ടൂൾസ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് മോഷൻ സെൻസർ സ്വിച്ച്. ഇതായി കാണുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മക്കുറവുള്ള ആൾക്കാരുണ്ടെന്ന് ചോദിച്ചോ, അവർക്ക് ഇതൊരു വല്ലാത്തൊരു ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു പോവുക, ഫാൻ ഓഫ് ചെയ്യാൻ മറന്നു പോവുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവൻ ഗുണം ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ മൂവിങ് അനുസരിച്ച് മോഷൻ അനുസരിച്ച് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ കട്ട് ഓഫ് ആയി പോകും. അപ്പം ഓർമ്മക്കുറവുള്ളവർക്ക് ഇത് ഭയങ്കര ഗുണം ചെയ്യുന്നൊരു സാധനമുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് 230 വോൾട്ടിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വാട്ട്സ് എന്ന് പറഞ്ഞത് 300 വാട്ട്സാണ് ഏറ്റവും ടോപ്പ് പറഞ്ഞത്. ഒരു ഫാൻ, ഒരു ബൾബ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ പറ്റുള്ളൂ. ഇത് അത്രയും വില ഉള്ളൂ. കാരണം ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് ഒരു 350-400 റേഞ്ചിൻ്റെ ഒരു ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു മുറിയിലോട്ട് കയറുന്നു, സ്വിച്ച് ഇട്ട് ഓണാക്കി തിരിച്ചിറങ്ങി പോകുമ്പോൾ മറന്നു പോവുകയാണെങ്കിൽ ആ ലൈറ്റ്, ആ ഫാൻ ഇവൻ ഓഫായിപ്പോകും. അതാണ് ഈ സാധനം. ഇതിനകത്ത് കണക്റ്റഡ് ലോഡ് 300 വാട്ട്സാണ് ഏറ്റവും മാക്സിമം കമ്പനിക്കാർ പറഞ്ഞത്. 300 കൂടുതൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ റിലേ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ റിലേ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ആ റിലേയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 300 വാട്ട്സാണ് അവർ മാക്സിമം പറഞ്ഞത്. അതായത് ഒരു ബൾബ്, മുറികളിലെ ബൾബ്, ഫാൻ, ഇതൊക്കെയാണ് ഉപയോഗിക്കും. ഞാൻ ഈ സാധനം നമ്മുടെ കടയിൽ ഉപയോഗിച്ചിട്ട് നല്ല ഗുണം ചെയ്യുന്നത്. കാരണം ഞാൻ എപ്പോഴും മറന്നു ഫാൻ ഓഫ് ചെയ്യാൻ. നേരെ ഫാനിൽ കൊടുത്തേക്കുന്നത് കാണിച്ചു തരാം. കണക്ഷൻ കൊടുത്തേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്തേക്കാണ്. ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ റിലേ അടിക്കുന്നത് ആ മൈക്കിൽ കൂടി കേൾക്കാൻ പറ്റൂട്ടാ. ഫാൻ വർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഫാൻ ഓഫ് ആവണതും ഓൺ ആവണതും കാണിച്ചു തരാം. ഇപ്പം ഓഫ് ആയേക്കാണ്. ഞാൻ അങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ മോഷൻ കൊണ്ട് ജസ്റ്റ് ഓൺ ആവണം നോക്കിക്കോട്ടെ. ഇപ്പം അനങ്ങുന്ന നോക്കിയോ, റിലടിച്ച് കയ്യനങ്ങിയപ്പോൾ റിലടിച്ച് ഓണായി. അതാണ് സംഭവം. ഇപ്പം ഈ കണ്ടതാണ് വർക്കിങ്. അതായത് ആൾ വരുമ്പോൾ ഓണാകുന്നു, പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫായി പോകും. അതാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇത് കമ്പനി ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റൈലിൽ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലൈനിലാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പം അപ്പുറം ഇപ്പുറം ഡിറ്റക്റ്റ് ചെയ്യില്ല. ഇങ്ങനെ ആകുമ്പോൾ ഈ ഏരിയ ഫുള്ള് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യും. അതൊരു കമ്പനി അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് സെൻസ് ചെയ്യുന്നത്. മോഷൻ സെൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ ബോഡി കൊണ്ട് മാത്രമല്ല, എന്ത് വന്നിട്ട് മോഷനായാലും ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് അടിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു AC ഇൻ 230 വോൾട്ട് AC ഇതിനകത്ത് കൊടുക്കുക. ഇത് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ലോഡ് കൊടുക്കേണ്ടത്, അതായത് ഫാൻ, ബൾബ്, അത് നേരെ ഇവിടെ കൊടുക്കുക. അതാണ്. അപ്പോൾ ഇതിനകത്ത് നോർമലി ഇതിനകത്ത് ഇപ്പോൾ സ്റ്റിക്കർ അടിച്ച് വന്നിട്ടുണ്ട്, ഇന്നും ഔട്ട് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ മിസ്റ്റേക്കായി ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഗെയിൻ കൺട്രോൾ ചെയ്യുന്നത് ആ വശം ഔട്ടായിരിക്കും, അതില്ലാത്ത വശം ഇന്നായിരിക്കും. അതാണ് അത് നോക്കേണ്ടത്. ഇനി ഇതിൻ്റെ മോഷൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തോരം നോക്കാൻ. അതായത് അതിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് 3 മീറ്ററാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഈ ഗെയിനിൽ ഈ കാണുന്ന സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് 3 എന്നുള്ളത് കുറയ്ക്കുകയും ചെയ്യുക. 5 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ അഡ്ജസ്റ്റ് ചെയ്യുക. 5 മീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ലെങ്ത് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ വന്നാലേ ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അത് നമുക്കിപ്പോൾ 1 മീറ്റർ ആക്കണമെങ്കിൽ ഇത് കൺട്രോൾ ചെയ്തിട്ട് 1 മീറ്ററിലോട്ട് ആക്കാം. അതാണ് അതിൻ്റെ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇനി വേറെ സംഭവങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവരും മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. നല്ല ലാഭമുള്ള സംഭവമാണ്. കാരണം നമുക്ക് കറണ്ട് ബില്ലൊക്കെ ചെറുതായിട്ടൊക്കെ വേരിയേഷൻ വരും. കാരണം നമ്മൾ മറവിയുള്ള സ്ഥലങ്ങളാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇതോടുകൂടിയാണ് അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കാര്യങ്ങളൊക്കെ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും